ബി പോസിറ്റീവ് പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഒരിക്കൽ ഒരു കണ്ണാടി എടുക്കാനായിട്ട് ഒരു കടയിൽ ചെന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രെയിം ഞാൻ സെലക്ട് ചെയ്തു. അത് വിൽക്കുന്ന ആൾ എൻ്റെ മുഖത്തത് വെച്ചതിന് ശേഷം എന്നെ നോക്കി പറഞ്ഞു, ഈ കണ്ണാടി അച്ഛന് നല്ലവണ്ണം ചേരുന്നുണ്ട്, ഇറ്റ് സൂട്ട്സ് യു വെരി വെൽ. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിനൊരു സന്തോഷം. ഈ കണ്ണാടി വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ സൗന്ദര്യമുള്ളവനാകുമോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ. അല്ലെന്നെനിക്കറിയാം. എന്നാൽ തന്നെ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ആ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. സൗന്ദര്യ സങ്കല്പം. ഇന്ന് സൗന്ദര്യ സങ്കല്പങ്ങൾ മാറ്റിയെടുക്കുവാനായിട്ട് ധാരാളം മാർഗങ്ങളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സൗന്ദര്യ സങ്കല്പത്തെക്കുറിച്ച് പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ മനുഷ്യന് പകർന്നു കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് കുറേയൊക്കെ പ്രയോജനമുണ്ട്, കുറേയൊക്കെ ദോഷങ്ങളുമുണ്ട്. ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഈ മോഡേൺ വേൾഡിൽ സൗന്ദര്യ സങ്കല്പത്തെക്കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയാകുന്നു, അത് എങ്ങനെയാണ് നമ്മളെ ബാധിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ചയ്ക്കെടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിൽ നമ്മളെ സഹായിപ്പാനായിട്ട് രണ്ട് അതിഥികൾ പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. ഒന്ന് ഡോക്ടർ ബെന്നി. അദ്ദേഹം മനുഷ്യരുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടറാണ്. അതുപോലെ മിസ് സുമം ഒരു ഫ്ലോറിസ്റ്റാണ്. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് എങ്ങനെ അവരുടെ ആത്മവിശ്വാസം വളർത്തുവാനും അവരെ കൂടുതൽ സൗന്ദര്യമുള്ളവരാക്കി തീർക്കുവാനും സാധിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ രണ്ടുപേരും നമ്മുടെ മധ്യേ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളെ രണ്ടുപേരെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, വിദ്യാർത്ഥികളെ മുഴുവനായിട്ടും ഒരുമിച്ച് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു പുതിയ സങ്കല്പമൊന്നുമല്ല. ഇത് പഴയ കാലം മുതൽ തന്നെ ഉള്ളതാ. ദൈവ സൃഷ്ടി കഴിഞ്ഞപ്പോൾ ദൈവം എല്ലാ സൃഷ്ടികളെയും നോക്കിക്കൊണ്ട് ഓരോ വാക്ക് പറഞ്ഞു, ഇത് നന്നായിരിക്കുന്നു, വളരെ സൗന്ദര്യമുള്ളതാ. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് മുഴുവനും സൗന്ദര്യം ഉൾക്കൊള്ളുന്നു എന്നുള്ള വാക്കുകളാണ് ദൈവത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. വ്യക്തികളും സമൂഹവും പ്രകൃതിയും സകല ജീവജാലങ്ങളും ഈ സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ആധുനിക യുഗത്തിൽ സൗന്ദര്യ സങ്കല്പങ്ങൾ മാറി വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തിടെ ഒരു ന്യൂസിൽ വായിക്കുകയുണ്ടായി, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ത്രൈവ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഈ മുഖസൗന്ദര്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ടുള്ള വസ്തുതകൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ്. മറ്റ് ഇൻഡസ്ട്രികളൊക്കെ പിറകിലേക്ക് പോകുമ്പോൾ ഈ ഇൻഡസ്ട്രി ഇന്ന് വളരെ ത്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ആളുകൾ കൂടുതലായിട്ട് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത്. ഈ സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താ, അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തോ ഒന്ന് പറയാമോ? എന്തോ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്നാവും? സൗന്ദര്യ സങ്കല്പം അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ചിലർക്ക് അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ആയിരിക്കും, ചിലർക്ക് മേക്കപ്പ്, അവരുടെ ഹെയർ സ്റ്റൈല്, അങ്ങനെ മാറി മാറി വരും. ഈ ചിലർക്ക് ഡ്രസ്സിലായിരിക്കും, ചിലർക്ക് ഹെയർ സ്റ്റൈലായിരിക്കും, ഓരോരുത്തർക്കും. ഇദ്ദേഹത്തിന് സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്നാ?
വലിയ മേക്കപ്പിലൊന്നും അല്ല. പക്ഷെ അത്യാവശ്യം എന്ത് വൃത്തിയായിട്ട് അല്ല എന്നല്ല ഞാൻ അല്ല. ചോദിച്ചത്, ആ. എന്താണെന്നാ ചോദിച്ചത്. മാന്യമായിട്ട് നല്ലൊരു ഡ്രസ്സ് ധരിച്ച് നടക്കുക. ആ. ആ. ആളുകളുടെ മുൻപിൽ നല്ല ഒരു ഡ്രസ്സ് ധരിച്ച് പ്രസന്റബിൾ ആയിട്ട് വരുന്നതാണ് എൻ്റെ ഒരു സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സൗന്ദര്യ സങ്കല്പത്തെക്കുറിച്ച് വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? പറഞ്ഞാട്ടെ. ഒരു മനുഷ്യന്റെ അവന്റെ ആ ബോഡിയും അവന്റെ ആ നേച്ചറും ഫുള്ളും അവന്റെ സൗന്ദര്യം തന്നെയാണ്. ആഹാ. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും സൗന്ദര്യത്തെ കുറിച്ച്. ആ. ഒരാള് സൗന്ദര്യത്തെ പറ്റി എന്ത് വിചാരിക്കുന്നോ ആ. അവരുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും ഒരാളെ കുറിച്ച്, ആ. അതായിരിക്കില്ല മറ്റുള്ളവരുടെ കണ്ണിൽ അവന്റെ സൗന്ദര്യം. അപ്പം ഒരാളുടെ നിപ്പും നടപ്പും ആ. ഇരിപ്പും ആ. സംസാര രീതിയും ആ. എല്ലാം അവന്റെ സൗന്ദര്യം ഓ, തന്നെയാണ്. നിപ്പും നടപ്പും സംസാര രീതിയും ഇതൊക്കെ സൗന്ദര്യ സങ്കല്പത്തിന്റെ ഭാഗമാണെന്നാ പറയുന്നത് അല്ലേ? അതെ. ആഹാ. ആ. അപ്പൊ എല്ലാവർക്കും ഓരോ അദ്ദേഹം രീതിയാണ്. പറഞ്ഞു തലമുടി, ഡ്രസ്സ്. അദ്ദേഹം പറയുന്നു നിൽപ്പ്, നടപ്പ്, ഇടപാടുകള്, സംസാരം, ഇതൊക്കെ സൗന്ദര്യ സങ്കല്പത്തിന്റെ ഭാഗങ്ങളാണെന്നാ അല്ലേ? ആ. ആ. വേറെ എന്തെങ്കിലും കാഴ്ചപ്പാട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? സൗന്ദര്യ സങ്കല്പത്തെ കുറിച്ച് വേറെ ഏതെങ്കിലും കാഴ്ചപ്പാടുകളുണ്ടോ? മറ്റുള്ളവരുടെ കണ്ണിൽ നല്ലതെന്ന് പറയുമ്പോൾ അവർ നമ്മളെ നല്ലതെന്ന് പറയുമ്പോൾ നമുക്കൊരു സൗന്ദര്യം ഉള്ളതായിട്ട് തോന്നും. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു ആകർഷക വസ്തുവായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ നല്ലതെന്ന് പറയുന്നത് നോക്കാനാണ് നമ്മളെപ്പോഴും അതായത് മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ കൂടുതൽ മറ്റവരെക്കാൾ നന്നായിരിക്കണം. ആ ഒരു വാക്കാ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഞാൻ മറ്റവരെക്കാൾ നന്നായിരിക്കണം. അപ്പോൾ അവരുടെ മുൻപിൽ എന്നെ എത്രയും ആകർഷകമാക്കുക എന്നുള്ളതാണ് സൗന്ദര്യ സങ്കല്പം അല്ലേ? മറ്റവരെക്കാൾ മെച്ചമാക്കി എന്നെ എങ്ങനെ പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ആൺകുട്ടികളുടെ ഒരു അഭിപ്രായം ഒന്ന് കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ യുവത്വം ത്രസിപ്പിക്കുന്ന എന്തും സൗന്ദര്യമാണെന്ന് പറയാൻ സാധിക്കും. അത് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കാവോ? പ്രായമാകും തോറും അവരുടെ സൗന്ദര്യത്തിൽ നിന്നും അവർ അകലുകയാണെന്നാണ് ഒരു ഫീൽ എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് എല്ലാവരും തന്നെ കൂടുതൽ ആഗ്രഹിക്കുന്നത് യുവത്വത്തിൽ നിന്ന് നിൽക്കാനാണ്. കൂടുതലായിട്ട് ഇന്ന് മാർക്കറ്റുകളിലാണെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം ഇറക്കുമതി ചെയ്യുന്നത് പോലും ആ യുവത്വത്തെ എപ്പോഴും പിടിച്ചു അപ്പൊ നിർത്താനാണ്. സൗന്ദര്യം എന്ന് പറയുന്നത് യൗവനത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കും യൗവനത്തിലുള്ള നിലനിൽപ്പുമാണ് അത് സൗന്ദര്യം. തന്നെയാണ്. അപ്പോൾ നല്ല നല്ല ഡെഫിനിഷൻസ് ആണ് നിങ്ങൾ പറയുന്നത്. സൗന്ദര്യം രണ്ട് വിധത്തിലുണ്ട്. ആ. ബാഹ്യമായ സൗന്ദര്യം, ആന്തരികമായ സൗന്ദര്യം. ആ. ബാഹ്യമായിട്ട് നല്ലൊരു ഗുഡ് ഫിസിക് ഉള്ള ഒരാൾക്ക് നല്ലൊരു മനസ്സുണ്ടാവണമെന്നില്ല. ആ, ആ. നല്ലൊരു മനസ്സുള്ള ഒരാൾക്ക് നല്ലൊരു ഗുഡ് ഫിസിക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ സൗന്ദര്യം എന്തുവാ? സൗന്ദര്യം അത് നമ്മുടെ സ്വഭാവത്തിലാണ് സൗന്ദര്യമുണ്ട്. ആഹാ. പിന്നെ ഗുഡ് ഫിസിക് രണ്ട് വിധത്തിലുള്ള സൗന്ദര്യമുണ്ട്. ആഹാ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പുറമേ കാണുന്ന അത് ഈ ഒരു മാത്രമല്ല, അപ്പിയറൻസ് മാത്രമല്ല സൗന്ദര്യം എന്ന് പറയുന്നത്. ആന്തരികമായിട്ട് ആറ്റിറ്റ്യൂഡ്, ക്യാരക്ടർ എല്ലാം നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ക്യാരക്ടർ, ഇതൊക്കെ സൗന്ദര്യത്തിന്റെ ഭാഗമാണെന്നാ പറഞ്ഞത്. ഭാഗമാണ്. വളരെ നല്ല ഒരു ഉത്തരമാണ്. അതായത് സൗന്ദര്യം എന്ന് പറയുന്നത് പുറമേ മാത്രമുള്ളൊരു കാഴ്ചപ്പാടല്ല, പിന്നെയോ എൻ്റെ ഉള്ളിലുള്ളതും എൻ്റെ സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ്. സൗന്ദര്യം യൗവനത്തിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ്. സൗന്ദര്യം എന്ന് പറയുന്നത് എൻ്റെ മുടി ഭംഗിയാക്കുന്നതാ, ഞാൻ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്നതാ, എൻ്റെ വർത്തമാനം, എൻ്റെ ഇടപാടുകൾ, ഇതൊക്കെ സൗന്ദര്യ സങ്കല്പമായിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണെന്ന് വരികിൽ ആധികാരികമായിട്ട് ഈ സൗന്ദര്യ സങ്കല്പത്തെക്കുറിച്ച് പറയാൻ കഴിവുള്ള സുമത്തോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇപ്പോഴത്തെ ഒരു സൗന്ദര്യത്തെക്കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് എന്നാണ്? ഇപ്പോൾ വളർന്നു വരുന്ന ഒരു ട്രെൻഡ് എന്താണ്? അതിനെക്കുറിച്ചൊരു വിശദീകരണം തരാമോ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നത് അവർക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. സൗന്ദര്യത്തെക്കുറിച്ചാണെങ്കിലും. ഞാൻ ഒരു ഫ്ലോറൽ ഡിസൈനറാണ്. ഞാൻ കൂടുതൽ നിങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സാണ് എൻ്റെ അടുത്ത് വരുന്നത് ബ്രൈഡൽ ബൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട്. ബ്രൈഡ്സ് മെയ്ഡ്സ്, ഈവൻ ആൺകുട്ടികളാണെങ്കിൽ പോസീസ്, സ്യൂട്ടേ വെക്കാനുള്ള പോസി വരെ, കാർഡ് ഡെക്കറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് അവർ കൂടുതൽ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ പണ്ടത്തെ ആ ഒരു കളർ ട്രെൻഡ്സും ആ ഒരു ഇതൊന്നും അല്ല ഇപ്പോഴത്തെ പിള്ളേരുടെ കളർ ട്രെൻഡ്സ്. കാരണം ഞാൻ എപ്പോഴും വരുമ്പോൾ ഞാൻ ലൈറ്റ് കളേഴ്സ് ഇത് ചെയ്യാം എന്നൊക്കെ പറയും. പക്ഷേ അവർ കൊണ്ടുവരുന്ന ആ കളേഴ്സ് ഭയങ്കര വൈബ്രൻറ്റ് കളേഴ്സും, പക്ഷേ ഇറ്റ്സ് സ്റ്റിൽ ബ്യൂട്ടിഫുൾ. നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഡിസൈൻ ചെയ്ത് വരുമ്പോഴത്തേക്കും അവരുടെ ആ ഇപ്പോഴത്തെ പിള്ളേരെന്ന് വെച്ചാൽ വെഡ്ഡിങ് സാരി, ഇപ്പോൾ ഏത് മതസ്ഥർക്കാണെങ്കിലും വിവാഹ വസ്ത്രം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പം ഞാനിപ്പോൾ ഒരു കാത്തലിക് ഒരു ക്രിസ്ത്യൻ ബ്രൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ വെഡ്ഡിങ് സാരീനെ കുറിച്ച് അവർക്കൊരു വ്യക്തമായ ഒരു പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെഡ്ഡിങ് സാരി എന്ന് പറഞ്ഞാൽ ഒരു ഓഫ് വൈറ്റോ ക്രീമോ അങ്ങനെയുള്ളൊരു ബേസിക് അങ്ങനെ ഒരു ലൈറ്റ് കളേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് അതല്ല. ഇന്ന് ഗോൾഡൻ, അങ്ങനെ വാട്ട് യു കോൾ സാക്ക് കളേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് ബ്യൂട്ടിഫുൾ കളർ. പക്ഷേ അവരാദ്യമൊക്കെ അത് കൊണ്ടുവരുമ്പോൾ ഞാൻ പറയുമായിരുന്നു മോളെ ഇത് എത്ര അങ്ങോട്ട് മൂവിങ് ആണോ എന്നുള്ളൂ. പക്ഷേ അവരത് കൊണ്ടുവന്ന് കഴിഞ്ഞ് ഞാനത് ഡിസൈൻ ചെയ്ത് അതിന് മാച്ചിങ് ആയിട്ടുള്ള ബൊക്കെ, പിള്ളേരുണ്ടെങ്കിൽ ബ്രൈഡ്സ് മെയ്ഡ്സ്, അവരുടെ ഹെയർ ഡ്രസ്സ്,
അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് കാർഡ് ഡെക്കറേഷൻ, ഈവൻ ഇപ്പോൾ വെഡ്ഡിങ് അംബ്രല്ല പോലും ഒരു ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു പയ്യനെ ഒരു ഗ്രൂം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആൻറ്റി എനിക്കെല്ലാം ഇറ്റ് ഷുഡ് ബി വെരി ഡിഫറെൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ എന്നാ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരു അംബ്രല്ല എൻ്റെ കയ്യിലോട്ട് എടുത്ത് തന്നിട്ട് പറഞ്ഞു, എനിക്ക് കൂടുതലും എനിക്ക് ഈ കുറേ പൈസ ഈ ഫുഡിനകത്തോ അല്ലെങ്കിൽ കുറേ പൈസ ഈ സ്റ്റേജ് ഡെക്കറേഷനകത്തോ കളയുന്നതിനകത്ത് എനിക്ക് അഭിപ്രായമില്ല, പക്ഷേ ഞാൻ പിടിക്കുന്ന സാധനങ്ങൾ ഷുഡ് ബി വെരി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു. എനിക്കൊരു അംബ്രല്ല എടുത്ത് എൻ്റെ കയ്യിലോട്ട് തന്നു. ആൻറ്റിക്ക് ഈ അംബ്രല്ല എന്ത് ചെയ്യാൻ പറ്റും, കാരണം പുള്ളി വരുന്ന ഒരു മലബാർ സൈഡ്, ഞാൻ ആ ടൈമിൽ അവിടെ എപ്പോഴും മഴയുള്ളൊരു സമയം, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനത് പയ്യൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കുറച്ച് ഐഡിയാസ് അങ്ങോട്ട് ഇട്ടു. ഹീ ടോൾ മീ ഹിസ് ഐഡിയാസ്. പക്ഷെ അത് ഡിസൈൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം അത് കുടയിൽ വരെ സൗന്ദര്യം, കൊടയിൽ വരെ അവര് കുട്ടി, അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു ഐഡിയ മനസ്സിലായത്. ഇപ്പൊ വരുന്നവർക്ക് വ്യക്തമായ ഒരു സങ്കല്പത്തോടെ അവർ വരുന്നത്. സങ്കല്പം ഉണ്ട്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ അടുക്കൽ വന്നിട്ട് എങ്ങനെയെങ്കിലും അങ്ങ് ചെയ്ത് വിട്. ഒരു റൗണ്ട് ബൊക്കെ അല്ലെങ്കിൽ ടേപ്പറിംഗ് ബൊക്കെ ഇത് പിള്ളേരും എല്ലാം ഉണ്ട്, 2 കൊട്ട അങ്ങനെ പറഞ്ഞു പോയി. പക്ഷെ ഇപ്പോഴത്തെ അതല്ല. ഇപ്പോഴത്തെ അവർക്ക് ആ ഒരു കളർ തീം, കളർ പാറ്റേൺ എല്ലാം വളരെ വ്യത്യസ്തമാണ്. ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്? ഇപ്പം ഒരു സൗന്ദര്യ സങ്കല്പത്തോട് ഒരു വ്യക്തമായ ധാരണയോടുകൂടിയാണ് ഇങ്ങനെയുള്ളവരെ സമീപിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതിനോട്? അതെ, കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും വേണ്ടത് വെറൈറ്റി ആണ്. എല്ലാരും ഒന്ന് മാറി നിൽക്കണം, എന്നെ അട്രാക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ കാണുന്നത്. ഇപ്പൊ ഇവിടെ 10 പേരുണ്ടെങ്കിൽ എന്നെ മാത്രമായിട്ട് എടുത്തു കാണണം എന്നുള്ളൊരു ആഗ്രഹമാണ് എല്ലാവരുടെ അകത്തുള്ളത്. ആ ഒരു ആഗ്രഹം ആ മനുഷ്യനെ സംതിങ് ഡിഫറെന്റ് എന്ന് വെച്ചാൽ എല്ലാരും നിൽക്കുമ്പോൾ ഞാൻ അതിൽ എടുത്ത് ഒരു സെപ്പറേറ്റ് ആയിട്ട് കാണണം, ഞാൻ ഒരു ഹീറോ ആയിട്ട് കാണണം എന്ന് വെച്ചാൽ എല്ലാരും ഒരു. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഇപ്പോഴത്തെ സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി എന്നെ കാണിക്കുന്ന ഒരു പ്രക്രിയ അത് തന്നെ ആവണം. പക്ഷെ ഈ തരത്തിലോട്ട് ചിന്തിച്ച് പലതരത്തിലും ആയി. ഇപ്പം ഒരു വസ്ത്രധാരണ തൊട്ട് ഏത് പോയിന്റിൽ നോക്കിയാലും അത് ഒരു നമ്മുടെ കൾച്ചർ ആയാലും ഒരു ട്രഡീഷണലിനെ ചേഞ്ച് ചെയ്തിട്ട് ഫുൾ എന്നേക്ക് അത് ചേരുന്നോ ഇല്ലയോ എന്നുള്ള പ്രശ്നം, അത് എന്നെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് എല്ലാവരും ചെയ്യുക. നമ്മൾ ഫുഡ് കഴിക്കുന്ന അതിനല്ല മണി കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്, ബ്യൂട്ടി പാർലറും അങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാവരും സ്പെൻഡ് ചെയ്യണത്. അതാണ് നമ്മുടെ ബ്യൂട്ടിയെ കുറിച്ച് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. എനിക്കിത് എങ്ങനെ പ്രയോജനപ്പെടുന്നു, ഉപയോഗമുള്ളതായി തീരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എന്നെ എങ്ങനെ വ്യത്യസ്തനാക്കുന്നു. അങ്ങനെ വ്യത്യസ്തനാകുമ്പോഴാണ് എന്നിലേക്ക് എല്ലാവരും ശ്രദ്ധ തിരിക്കുന്നത്. അപ്പൊ ഈ സൗന്ദര്യ സങ്കല്പത്തിന്റെ പുറകിലുള്ള ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് എല്ലാവരുടെയും ശ്രദ്ധ എന്നിലേക്ക് വരണം എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്തും ചെയ്യാനും ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരും കാണാറുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടായാലും അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഒന്നുമില്ലെങ്കിൽ സിറ്റിയിൽ വരെ പോയാലും മതി, നമ്മൾ ആരായാലും നോക്കി ജസ്റ്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു നേച്ചറിൽ അവർ ലുക്ക് മാറ്റും. പക്ഷേ അകത്ത് അവരുടെ മനസ്സായാലും അവരെന്തായാലും അതിലെന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണും. പക്ഷെ അതാരും ഇപ്പം നോക്കുന്നില്ല, എല്ലാവരും ഫിസിക്കൽ ലുക്ക് മാത്രമേ നോക്കുന്നുള്ളൂ. നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ അങ്ങനെ വ്യത്യസ്തനാക്കാനായിട്ടാണോ നിങ്ങളുടെ ഈ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ധാരണയിൽ മുന്നോട്ട് പോകുന്നത്? സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് അതാണോ? ചിലപ്പോൾ വ്യത്യസ്തനാക്കാൻ എന്നതിനോട് എനിക്കധികം താല്പര്യമില്ല. കാരണം എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ ഡ്രസ്സ് ചെയ്ത് നടക്കുമ്പോൾ ഒരാളുടെ മുന്നിൽ പോയി നിന്ന് സംസാരിക്കാനും ഒരു കോൺഫിഡൻസോടെ ഒരു സ്റ്റേജിൽ കയറി നിൽക്കാനും എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലാകുമ്പോഴത്തേക്ക് അതെന്നെ സഹായിക്കാറുണ്ട്. വ്യത്യസ്തനാക്കുക എന്നുള്ളത് കുറേ പേരും അങ്ങനെ ഉണ്ടാകും, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പൊതുവെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. നമ്മളിപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഹെയർ അതായത് എന്നെ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആക്കത്തക്ക രീതിയിലുള്ള ഒരു സൗന്ദര്യ സങ്കല്പമാണ് എനിക്കുള്ളത് അല്ലേ? വ്യത്യസ്തനാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എന്നെ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആക്കുക. ഡോക്ടറെ, ഈ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ അത് പല രീതിയിൽ മനുഷ്യർക്കുണ്ടാകുന്നൊരു സംഗതിയാണ്. ഡോക്ടർ ഈ സാധാരണക്കാർക്കൊക്കെ കൂടുതൽ കോൺഫിഡൻസ് പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എത്രമാത്രം ശരിയാണ് ഡോക്ടറുടെ പ്രായോഗിക ജീവിതത്തിൽ അത് എത്രമാത്രം ശരിയാണെന്നൊന്ന് വ്യക്തമാക്കാമോ? പല്ലിൻ്റെ സൗന്ദര്യം തീർച്ചയായിട്ടും കോൺഫിഡൻസ് പകർന്നു കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ ഒരു വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ചാണ്. ദൈവം സൃഷ്ടിച്ച എല്ലാം സൗന്ദര്യമുള്ളതാണ്. ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ താജ്മഹൽ കാണുന്നു. താജ്മഹൽ കാണുമ്പോഴത്തേക്കും അതൊരു അത്ഭുതമാണ്, ലോകത്തിലൊരു അത്ഭുതമാണ്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് സിമിട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാത്തമാറ്റിക്സ് അവിടെയുണ്ട്. നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് സം മാത്തമാറ്റിക്സ് ഈസ് ദെയർ. നമ്മുടെ ഒരു ചെവിയുടെ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ, ടോപ്പിൽ നിന്ന് താഴെ വരെ എടുത്തു കഴിഞ്ഞാൽ, അത് ഇൻ്റർ പീപ്പിളറി ഡിസ്റ്റൻസും, അതായത് 2 കണ്ണിൻ്റെ പീപ്പിളറി ഡിസ്റ്റൻസും
ഇതൊക്കെ വളരെ റിലേഷൻ ഉണ്ട്. ഈ അപ്പം ബന്ധങ്ങളിൽ എന്തെങ്കിലും ഇത് ഈ സന്തുലിതാവസ്ഥ മാറുമ്പോഴാണ് സൗന്ദര്യം നഷ്ടപ്പെടുന്നത് ഇല്ലേ? അല്ല, ഫിസിക്കൽ അപ്പിയറൻസ് ഫിസിക്കൽ അപ്പിയറൻസ്. നഷ്ടപ്പെടുന്നുണ്ട്. ഈ ഫിസിക്കൽ അപ്പിയറൻസ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് റിസ്റ്റോർ ചെയ്യാൻ സാധിക്കും. Correct അതിന് ചെയ്യാനായിട്ട് ഡെന്റിസ്ട്രിയിൽ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഒരാളുടെ ബോധ്യങ്ങൾ എന്താണെന്നുള്ള അനുസ്പദമാക്കിയിട്ടിരിക്കും അവൻ്റെ കോൺഫിഡൻസ് വരുന്നത്. അപ്പോൾ ഈ ഫിസിക്കൽ അപ്പിയറൻസ്, അതായത് സിമിട്രിയിൽ എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ ആ ബോധ്യങ്ങൾ, ഇപ്പോൾ ടീനേജിന് മുമ്പിലാണെങ്കിൽ പിള്ളേരോട് പല്ല് തേക്കാൻ പറഞ്ഞാൽ പോലും പിള്ളേർ പല്ല് തേക്കാറില്ല. പക്ഷേ ടീനേജ് ആയി കഴിയുമ്പോഴത്തേക്ക് നേരെ കണ്ണാടിയുടെ മുമ്പിൽ പോയി ഒന്ന് പല്ല് നോക്കി അവിടെ തിരിവുണ്ടോ ഇവിടെ തിരിവുണ്ടോ തേക്കൽ തുടങ്ങി. ഇതെങ്ങനെ വൈറ്റിനെയൊക്കെ അതായത് സൗന്ദര്യത്തെക്കുറിച്ച് കൂടുതൽ അവബോധം ഉണ്ടാകുന്നത് കൗമാരപ്രായം മുതലാണെന്നാണ് ഡോക്ടർ പറയുന്നത്. കൗമാരപ്രായം മുതലാണ്. കാരണം പക്ഷെ അന്നേരത്തേക്കും കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കടന്നു പോകുന്നുണ്ട്. കാരണം 8 മുതൽ 11 വയസ്സ് വരെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട മെജോറിറ്റി ഓഫ് കേസസ് നമുക്ക് കറക്റ്റ് ചെയ്യാം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അവൻ്റെ താടയെല്ലുകൾക്ക് താടയെല്ലുകളുടെ 8% വലിപ്പം ഉണ്ട് അവൻ്റെ ക്രേനിയത്തിൻ്റെ വലിപ്പത്തിന്. അത് അഡൾട്ടായി കഴിയുമ്പോഴത്തേക്കും ഹാഫ് റേഷ്യോ വരുള്ളൂ. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് ആദ്യമായിട്ടൊരു സൗന്ദര്യ സങ്കല്പത്തെക്കുറിച്ച് ഒരു റേഷ്യോ കണ്ടുപിടിച്ചതും അതിനെക്കുറിച്ച് റിസർച്ച് നടത്തുന്നത് ഡാവിഞ്ചിയാണ്. ഡാവിഞ്ചി പറഞ്ഞത് നമ്മുടെ ഹെഡ് മുതൽ അംബ്ലിക്കസ് വരെയുള്ള, അതായത് പുക്കിൾ വരെയുള്ള ഡിസ്റ്റൻസ്, പുക്കിൾ മുതൽ ടോ വരെയുള്ള ഡിസ്റ്റൻസ് ഈസിക്കൽ 1:1.68 ആണ്. ഇത് തന്നെ ഫേസിലും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സിമിട്രി കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം ഇത് എല്ലാം ഒരു മാത്തമാറ്റിക്സ് ആണ്. ഈ മാത്തമാറ്റിക്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളെപ്പോഴുള്ളവർ ചെയ്യുന്നത്. അപ്പോൾ ഈ മാത്തമാറ്റിക്സ് പെർസീവ് ചെയ്യാനുള്ള ഒരു ഗിഫ്റ്റ് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് പെട്ടെന്ന് പെർസീവ് ചെയ്യാതെ. ഈ ഫിസിക്കൽ അപ്പിയറൻസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അടുക്കൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ കൂടുതലായിട്ട് വരുന്നത്? ഏകദേശം നമുക്ക് പറയുവാണെങ്കിൽ 60-40 എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ പെൺകുട്ടികളാണ്. 40% ആൺകുട്ടികളും വളരെ കോഷ്യസ് ആണ് കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആൺകുട്ടികളും കൂടുതൽ ഇതിനെക്കുറിച്ച് അവബോധം ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത, ഈവൻ പല്ലിന് ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത ആളെ എനിക്ക് മുത്തൊട്ടിച്ച്, കാരണം കമ്പി കെട്ടണമെന്ന് അവർക്ക് അറിയത്തില്ല, മുത്തൊട്ടിച്ച് തരാമോ? കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സ്റ്റൈലായിട്ട് നടക്കാം, അത് ചെയ്ത് തരാമോ? ഇതൊന്നും കാണില്ല, എലാസ്റ്റിക് ഒന്നും വേണ്ട, ട്രാക്ഷൻ ഒന്നും വേണ്ട, ആക്ടിവേറ്റ് ചെയ്യണ്ട, ചുമ്മാ ഒന്ന് ഒട്ടിച്ച് തരാമോ? ഇനി ഇപ്പോൾ അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെന്റൽ ഓർണമെന്റ്സ് ഇറങ്ങിയിട്ടുണ്ട് ഈ പല്ലിൽ. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിനെന്തോ ഉണ്ട്. ഇപ്പോൾ ഈ കനയനയിൽ കോമ്പലയിൽ കൊണ്ടുപോയിട്ട് ഒരു ഓർണമെന്റ്, അത് നമുക്ക് ഒരു ഓർണമെന്റ് കൊണ്ട് ഫിക്സ് ചെയ്യാം. അത് ഏത് റേഞ്ച് വരെ വേണേലും പോവാം നമുക്ക്. ഈ സൗന്ദര്യ സങ്കല്പത്തെക്കുറിച്ച് ഡോക്ടറിൽ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആകെപ്പാടെ പല ആശയക്കുഴപ്പങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല്ലേ വരെ ഇടാനുള്ള ഓർണമെൻറ്റ്സ് ഇപ്പോൾ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എങ്ങനെ നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഓരോരുത്തരുടെ മനസ്സിൽ തുടങ്ങിയെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെന്ന് വരിക, നിങ്ങൾ ഏത് കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നിങ്ങളിൽ കൊടുക്കുന്നത്? ബാഹ്യമായിട്ടുള്ള നിങ്ങളുടെ സൗന്ദര്യമാണോ അതോ ആന്തരികമായ സൗന്ദര്യം? ഇതിന് ഏതിലാണ് നിങ്ങൾ ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറയാമോ? ആന്തരികമായ സൗന്ദര്യത്തിനാണ് ഞാൻ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. അതെന്താണെന്നൊന്ന് വ്യക്തമാക്കാവോ? ഇപ്പം നമ്മൾ ഒരാളെ ഭയങ്കര സുന്ദരമായിട്ടുള്ള ഒരാളെ കാണുവാണെങ്കിലും അയാളുടെ സ്വഭാവം ഒട്ടും നല്ലതല്ലെങ്കിൽ ആർക്കും അയാളെ ഇഷ്ടപ്പെടില്ല. പക്ഷെ അതിനപ്പുറം എത്ര വികൃതമായ മുഖമുള്ള ഒരാളാണേലും അയാളുടെ സ്വഭാവം മറ്റുള്ളവരോട് നന്നായിട്ട് സംസാരിക്കുകയും മറ്റുള്ളവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുവാണെങ്കിൽ അയാളെ എല്ലാവരും ഇഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആന്തരികമായ സൗന്ദര്യത്തിന് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ബാഹ്യമായി എന്നെ കാണാൻ കൊള്ളത്തില്ലെങ്കിലും എൻ്റെ സ്വഭാവവും എൻ്റെ ഇടപാടുകളും എൻ്റെ നേച്ചറും ഒക്കെ മറ്റുള്ളവർക്ക് പ്ലീസിങ് ആണെന്ന് വരികിൽ നമ്മെ മറ്റുള്ളവർ ഇഷ്ടപ്പെടും എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്, അല്ലേ? ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഞാനും ഇതിനോട് യോജിക്കുന്നുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ടും യോജിക്കത്തില്ല. കാരണം ഒരാളെ കാണാൻ കൊള്ളില്ല, ശരിയാണ്, പക്ഷെ അയാളുടെ മനസ്സ് കൊള്ളാമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അയാൾ ഇഷ്ടപ്പെടും. എന്നാലും ആദ്യം നമ്മൾ എല്ലാവരും നോക്കുന്നത് അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് തന്നെയായിരിക്കും. കാണാൻ കൊള്ളാത്ത ഒരാളോട് നമുക്ക് ആദ്യം ചെന്ന് മിണ്ടാൻ ഒരു മടി ഉണ്ടാവും. അങ്ങനെ നമ്മൾ മിണ്ടിയാലേ അയാളുടെ അടുത്ത് ഇടപഴകിയാലല്ലേ നമുക്ക് അറിയുള്ളൂ അയാൾ നല്ലതാണോ ചീത്തയാണോ എന്ന്. അതേസമയം കാണാൻ നല്ല ഭംഗി ഉള്ള ഒരാളോട് നമ്മൾ അങ്ങോട്ട് ചാടിക്കേറി ചെന്ന് മിണ്ടും. അത് അയാളെ കാണാൻ കൊള്ളാവുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പം മനസ്സ് നന്നായിരിക്കണ പോലെ തന്നെ എത്രത്തോളം ഫിസിക്കൽ അപ്പിയറൻസിന് വലിയൊരു സ്ഥാനമുണ്ട് എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് ആണ് ആദ്യം നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. പറഞ്ഞോ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ചേച്ചി പറഞ്ഞു പോലെ ഇപ്പം പറഞ്ഞു ആന്തരികമായിട്ടുള്ള സൗന്ദര്യമുള്ളവരെ. എന്നാൽ എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ചേച്ചി ആന്തരികമായിട്ട് സൗന്ദര്യമുള്ളവരെ ജീവിത പങ്കാളിയായിട്ട് തിരഞ്ഞെടുക്കുമോ? ഞാൻ തിരഞ്ഞെടുക്കും.
ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഇവിടെ കാരണം ഇരിക്കുന്ന ഇത്രയും പേര് ഇവിടെ ഇരിപ്പുണ്ട്, ഇവരിൽ എത്ര പേര് അങ്ങനെ തിരഞ്ഞെടുക്കാൻ തയ്യാറാവും? കാരണം എന്തെന്ന് ഇവിടെ വെച്ചാൽ നമ്മള് ഒരു മിനിറ്റ്, ഒരു ഇന്നത്തെ ജീവിതം കാലത്ത് എന്ന് മൊത്തം വെച്ചാൽ ഇന്നത്തെ ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എവിടെ നോക്കിയാലും എല്ലാവരും ഈ ബോയ്സ് തൊട്ട് ഗേൾസ് വരെ എല്ലാവരും ബ്യൂട്ടി പാർലർ തൊട്ട് എല്ലായിടത്തും ഈ സൗന്ദര്യം വർദ്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യുന്നതിന്റെ മെയിൻ കാര്യം ഇതാണ്. അതാണ് മെയിൻ ടോപ്പിക്. യുവത്വത്തിൽ ഇതല്ലാതെ വേറെ ഒരു ടോപ്പിക്കേ ഇല്ല. എങ്ങനെ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാം, ഓപ്പോസിറ്റ് സെക്സിനെ എങ്ങനെ അട്രാക്ട് ചെയ്യാം, അതാണ് മെയിൻ പോയിന്റ് ഇവിടെ വരുന്നത്. അതിനുവേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഞാനല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതാ മെയിൻ ആയിട്ട്. ഇപ്പം സൗന്ദര്യം ഇല്ലെന്നുള്ള ഒരാളെ ആരായാലും എന്തൊക്കെ പറഞ്ഞാലും അയാളിപ്പോൾ ഒരു ലുക്കൊന്നും ഇല്ല, ഒരു നോർമലായിട്ട് സിമ്പിൾ ആയിട്ട് ഇപ്പോൾ കോളേജിൽ വരുക, ആരും മൈൻഡ് ചെയ്യത്തില്ല, അധികം സംസാരിക്കത്തില്ലെങ്കിൽ പിന്നെ ചോദിക്കാൻ നല്ല സ്വഭാവം ഉള്ളവനാണെന്ന് വരികിലും ഒരു മൈൻഡ് പുറമേ ഒരു അട്രാക്ഷൻ ഇല്ല എന്ന് വരികിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ പോകുകയില്ല എന്നാ പറഞ്ഞത് അല്ലേ? പിന്നെ കുറച്ചു പേരെങ്ങാനും പോയാലായി, അതും അതേപോലെ എന്തെങ്കിലും ആരും സംസാരിക്കാതിരിക്കുന്നവരായിരിക്കും. യഥാർത്ഥത്തിൽ ഫിസിക്കൽ അപ്പിയറൻസും പിന്നെ സംസാരിക്കാനുള്ള കഴിവും, ഇത് രണ്ടും വേണം ഒരു മനുഷ്യന്. വേണമെന്ന് വേണ്ടി പറയാൻ പറ്റില്ല, പക്ഷെ അതുള്ളവർക്കേ ഒരു അട്രാക്ഷൻ മറ്റുള്ളവരിൽ നിന്ന് വരത്തുള്ളൂ. അപ്പൊ അദ്ദേഹം പറയുന്ന ഫിസിക്കൽ അപ്പിയറൻസ് വലിയ ഒരു ഭാഗമാണ് സൗന്ദര്യത്തിന്റെ എന്നാ പറയുന്നത്. നിങ്ങൾക്ക് അതിനോട് എതിരഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? ഇദ്ദേഹം എന്നോട് ചോദിച്ചു ഞാൻ ഒരാളെ അങ്ങനെ സ്വീകരിക്കുമോന്ന്. അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ സ്വീകരിക്കുന്നു. കാരണം ഒരു സൗന്ദര്യം കൊണ്ടിട്ട് നമ്മളിപ്പോ ഒരാളെ ഇതുവരെ ആരെയും സ്വീകരിച്ചിട്ടില്ലല്ലോ. ഇല്ല. ഓക്കെ, ഇനിയും സ്വീകരിക്കുന്ന കാര്യം പറയുന്നത്. അതെ. അപ്പൊ നമ്മൾ ഒരാളെ ഇപ്പം സൗന്ദര്യം കണ്ടിട്ട് നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ സൗന്ദര്യം അങ്ങ് കുറച്ചു നാൾ കഴിയുമ്പോൾ നമുക്ക് ആ സൗന്ദര്യമൊക്കെ അങ്ങ് മാഞ്ഞു തുടങ്ങും. പക്ഷെ ആ ബന്ധം എന്ന് പറയുന്നത് നമുക്ക് ജീവിതകാലം മുഴുവനും കൊണ്ട് നടക്കാനുള്ളതാണ്. അയാളുടെ സ്വഭാവം ഒട്ടും നല്ലതല്ലെങ്കിൽ നമ്മൾ ആ ബന്ധം പകുതി വെച്ചെങ്കിലും നമ്മൾ അത് അവസാനിപ്പിക്കും. പക്ഷെ സ്വഭാവം മനസ്സിലാക്കിയാണ് നമ്മൾ ഒരാളെ കെട്ടുന്നതെങ്കിൽ ആ ബന്ധം ജീവിതകാലം മൊത്തം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സൗന്ദര്യമില്ലാത്ത സാധിക്കും. ഒരാളെയാണ് കെട്ടുന്നതെന്ന് വരികിൽ അദ്ദേഹത്തെ കൊണ്ട് കൂട്ടുകാരുടെ ഇടയ്ക്ക് ഒന്ന് പോകാനായിട്ട് മനസ്സ് വയ്ക്കുവോ? എനിക്ക് മനസ്സിലായി. കാരണം അവര് നമ്മളെ പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നല്ല, നമ്മള് ഇപ്പം ഇപ്പോഴത്തെ ഗേൾസിന്റെ എന്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ പറയുമ്പം അവര് മിക്കവാറും പറയുന്നത് സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യമില്ല, മനസ്സിലാണ് കാര്യം എന്നാ പറയുന്നത്. അതിനോട് ഇദ്ദേഹം യോജിക്കുന്നുണ്ടോ? എന്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മള് ബാക്കി ഞാൻ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല നടക്കുന്നത്. എന്റെ കംഫർട്ടിനനുസരിച്ച് ഞാൻ നടക്കുന്നുണ്ടോ. എന്റെ കംഫർട്ട് എന്ന് പറയുമ്പോൾ എന്റെ ഫിസിക്കലായുള്ള സൗന്ദര്യമാണോ അതോ എന്നിലുള്ള സ്വഭാവ ശ്രേഷ്ഠതയാണോ, എന്തുവാ? രണ്ടും ഉണ്ട്. ബാക്കി എല്ലാവരും ബോധ്യപ്പെടുത്തണമെന്നില്ല, എന്റെ സ്വഭാവം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഇപ്പോ ജനറ്റിക്കലായിട്ട് കിട്ടിയിരിക്കുന്ന എന്റെ ഫിസിക് എനിക്ക് മാറ്റാൻ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാറ്റാനാണെങ്കിൽ ഇങ്ങനെ പറയുന്ന ഈ ഡോക്ടറിന്റെയും ആന്റിയുടെയും എല്ലാം ഒത്തിരി സഹായിക്കാൻ ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് അതിനോട് മാറ്റാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പോകേണ്ടതുള്ളൂ. എനിക്ക് എന്നെ കുറിച്ചൊരു ധാരണയുണ്ട്. ആ ധാരണ മാറ്റിയെടുക്കാനായിട്ട് ഞാൻ വലുതായിട്ടൊന്നും ശ്രമിക്കുന്നില്ല. എന്റെ ധാരണ എന്നെ സഹായിക്കുന്നു എന്നാ ഇത്. ചേച്ചി പിന്നെയും പറഞ്ഞു ജീവിത പങ്കാളി അങ്ങനെ തന്നെ തിരഞ്ഞെടുക്കുന്നു. ഓക്കെ, ഞാൻ മാനിക്കുന്നു, ശരി പറഞ്ഞു. എന്നാൽ ഒരു നമ്മൾ പബ്ലിക്കായിട്ട് എവിടെങ്കിലും പോവുകയാണെങ്കിലും എവിടെ ചെന്നാലും മെയിൻ ആയിട്ട് പറയും, ഓ നിനക്ക് അവൻ ചേരുന്നില്ല, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരത്തില്ല. നമ്മൾ ഡ്രസ്സ് ഇടുവാണെങ്കിൽ നമുക്കത് ചേരുന്നു എന്ന് നോക്കിയിട്ടേ നമ്മൾ അത് ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതായത് എനിക്ക് ചേരാത്ത ഒരു വസ്ത്രം എടുത്ത് ഞാൻ ഇടേണ്ട ആവശ്യമില്ലല്ലോ. അതായത് മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ എന്തായാലും കേൾക്കും, അത് ഇഗ്നോർ ചെയ്യാൻ എന്തായാലും സ്വാഭാവികമായിട്ട് നടക്കും. അത് എന്നിട്ട് പിന്നെ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളെ ഫിസിക്കൽ അട്രാക്ഷന് വലിയൊരു സ്ഥാനമുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നിങ്ങൾ എല്ലാവരും അതിനെക്കുറിച്ച് ഒരു ഡെഫിനിഷൻ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ആൻഡ് നോബഡി വിൽ ഗെറ്റ് എ സെക്കൻഡ് ചാൻസ് ഫോർ എ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അപ്പിയറൻസ് ഉണ്ടെങ്കിൽ അത് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അത് ആവശ്യമാണ്. എന്തിനാണ്? നമ്മുടെ കോൺഫിഡൻസിന് മറ്റുള്ളവരെ ആകർഷിക്കാൻ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാരക്ടർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ മോശമാണെന്നുണ്ടെങ്കിലും ഈ വക പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. അപ്പോൾ സൗന്ദര്യ സങ്കല്പത്തില് രണ്ട് പ്രധാന കാര്യങ്ങളാണ് നിങ്ങൾ എടുത്തു പറഞ്ഞത്. ഒന്ന് ഫിസിക്കൽ അട്രാക്ഷൻ, രണ്ട് ആന്തരികമായിട്ടുള്ള സൗന്ദര്യം. ആന്തരിക സൗന്ദര്യം നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ഇടപാടുകൾ, നിങ്ങളുടെ രീതികൾ, നിങ്ങളുടെ വർത്തമാനങ്ങൾ, നിങ്ങളുടെ ബന്ധങ്ങൾക്ക് സഹായിക്കുന്ന സംഗതികൾ, ഇതൊക്കെയാണ് ആന്തരിക സൗന്ദര്യം എന്ന് പറയുന്നത്. ബാഹ്യ സൗന്ദര്യം എന്ന് പറയുന്നത് പുറമേയുള്ള കാഴ്ചപ്പാട്, ഇങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള ഒരു ആകർഷണങ്ങൾ, ഇതൊക്കെയാണ് ബാഹ്യ സൗന്ദര്യം എന്ന് പറയും. ഇതിന് രണ്ടിനും അതിൻ്റേതായ സ്ഥാനം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഒരു കാര്യം ഇവിടെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ചില ആളുകൾ നല്ല സുന്ദരനാണെന്നും പറഞ്ഞുകൊണ്ട് പോയി പ്രേമിക്കുന്ന ചില പെൺകുട്ടികൾ, മറ്റു ചിലർ നോക്കുമ്പോൾ അവന് ഒരു സൗന്ദര്യവുമില്ല.
അവൻ്റെ എന്ത് സൗന്ദര്യമാ സുന്ദരനാണെന്നും പറഞ്ഞ് ഇവളെ പ്രേമിപ്പിക്കാനായിട്ട് ഇടയാക്കിയത്? എന്താണെന്നാ നിങ്ങളുടെ ചിന്ത, അഭിപ്രായം എന്നാ? എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോതായ അവരുടെ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പം എനിക്കൊരാളെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആള് കാണുന്നു അതിൽ അവർക്ക് സൗന്ദര്യമുണ്ടോന്നൊന്നും നമുക്ക് നോക്കാൻ പറ്റത്തില്ല. ആ. ഇപ്പം ചിലപ്പോൾ അവരുടെ സ്വഭാവമായിരിക്കും എനിക്ക് സ്ട്രൈക്ക് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ കണ്ണുകൾ എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്ന് സാധ്യതയില്ല. അപ്പം ഓരോരുത്തർക്കും ഓരോതായ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും സൗന്ദര്യത്തെക്കുറിച്ച് അവരവരുടേതായ ഓരോ കോൺസെപ്റ്റുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ അവരവരുടേതായ കോൺസെപ്റ്റുകൾ വെച്ചുകൊണ്ടാണ് ഒരാളെ നമ്മൾ സൗന്ദര്യമുള്ളവനാണോ അല്ലയോ എന്ന് വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ഒരാൾക്ക് സൗന്ദര്യമുണ്ടെന്ന് തോന്നിയ ആൾ മറ്റൊരാൾക്ക് സൗന്ദര്യം ഇല്ലാത്തവനായിട്ട് തോന്നിയേക്കാം, പ്രത്യേകിച്ച് ബാഹ്യമായിട്ടുള്ള സൗന്ദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ. എന്നാൽ ബാഹ്യമായ സൗന്ദര്യത്തിന് അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ട്, അതുപോലെ തന്നെ ആന്തരികമായ സൗന്ദര്യത്തിന് അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ട്. ഇതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന സംഗതി. സൗന്ദര്യ സങ്കല്പം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കാലം മാറുന്നതനുസരിച്ച് സൗന്ദര്യ സങ്കല്പത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പഴയ കാലത്ത് മനുഷ്യൻ കണ്ടിരുന്ന സൗന്ദര്യ രീതി അല്ല ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആശയങ്ങളിൽ മാറ്റം, കാഴ്ചപ്പാടിൽ മാറ്റം, സമീപനത്തിൽ മാറ്റം, എല്ലാം മാറ്റം വന്നിരിക്കുകയാണ്. ഈ മാറ്റം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? ഈ പുതിയ സൗന്ദര്യ സങ്കല്പം നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എന്ത് തോന്നുന്നു? താല്പര്യമുണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. ബി പോസിറ്റീവിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും അറിയുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടുന്ന വിലാസം: ദ പ്രൊഡ്യൂസർ, ബി പോസിറ്റീവ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. ഇനി വീണ്ടും അടുത്ത ആഴ്ച കണ്ടുമുട്ടും വരെയും എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ബി പോസിറ്റീവ്.